വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ ഇങ്ങനെ കണ്ടപ്പോ എന്തോ മനസ്സിനകത്തൊരു തണുപ്പ് ഇരിച്ചു കയറിയതുപോലെ. ഭഗവാന് സന്തോഷമായി കാണും ഈ ഒരു ഭക്തനെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞതില്. ഈ അമ്പലത്തില് ഞാൻ വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. പക്ഷേ അതത്ര ഓർമ്മ പോലും കിട്ടുന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഭഗവാനെ, എടാ പ്രതാപ, നിനക്ക് ഈ ക്ഷേത്രം ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. പണ്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടടാ. ഓ, അത് ഇവിടെ വന്നപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അത് ശരി. അവളുടെ ശക്തി അത്ര അയ്യപ്പ ഭഗവാനാന്ന് പറഞ്ഞപ്പോഴാ മേഘന്റെ അമ്മ ഈ ക്ഷേത്രത്തെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പോഴും അമ്പലം ഇതാണെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. അയ്യോ, ഇവിടെ വന്നപ്പോഴല്ലേ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. അന്നേ ഇവിടെയെല്ലാം ഭയങ്കര കാടായിരുന്നു. ഇപ്പൊ അതൊക്കെ വീട്ടിൽ തെളിച്ച് ദേ കെട്ടിടങ്ങളെല്ലാം പൊങ്ങി. സീമന്തിനി മോളെയും കൂട്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇവിടുത്തെ പൂജകളൊക്കെ അറിയാവൂ. അയ്യപ്പ സ്വാമിയെ അനുകൂലമാക്കാതെ ഒന്നും നടക്കത്തില്ല എന്റെ പ്രതാപ. എന്നാ പിന്നെ അവരോട് വന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറിയാ പോരെ? നമുക്കതിനു മുമ്പേ ഒരു റൗണ്ട് കയറി പ്രാർത്ഥിക്കാടാ. അവര് വരുമ്പോ വരട്ടെ. ഓ, അയ്യപ്പ സ്വാമിയുടെ മുമ്പിലെ കുറച്ചു സമയം ധ്യാനത്തോടെ നിക്കണം. കൈക്കും കാലിനും ഒക്കെ നല്ല വേദനയാ. അന്നത്തെ അപകടം മാത്രമല്ലല്ലോ, അതിനു മുമ്പ് ഒരുത്തൻ ഇടിച്ച് തുളച്ചു കളഞ്ഞില്ലേ? എന്നെയും വാമേട്ടരെയും പഞ്ഞു കിട്ടില്ലേ? ഒരുത്തൻ വീൽ ചെയറിലായത് എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ ആ വാമനിപ്പം ജീവനോടെ കാണത്തില്ലായിരുന്നു. ആ മാർക്കും അവനെ ഇടിച്ചു പരിപ്പാക്കിയേന്. എന്ന് വെച്ചാ നിങ്ങളെല്ലാരും കൂടിയാണല്ലോ ഗൂഢാലോചന നടത്തിയതേ. വാമേട്ടൻ മൊത്തത്തിൽ അങ്ങ് മാറിയെന്നാ പറയുന്നേ. പേടിച്ചു കഴിഞ്ഞാൽ എല്ലാരും മാറും. അവൻ ഇതിനു മുമ്പേ വളരെ നിസ്സാരമായിട്ട് കണ്ണന്റെ അച്ഛന്റെ ബൈക്കിൽ ലോറി ഇടിപ്പിക്കാൻ പറ്റി. എന്നാ ഇപ്പൊ അതിന് കഴിയുന്നുണ്ടോ? ഇല്ല. കാരണം അത് മഹാലക്ഷ്മി അടക്കി പിടിച്ചിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം തന്നെ. അമ്മ നടക്ക്.